പാറായി സ്റ്റാലിനൻ. അവൻ പുറകിലേക്ക് പോയി സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും ശ്രീദേവിയുടെ കരച്ചിൽ കേട്ടു. അതിനുശേഷം സ്റ്റാലിൻ തിരിച്ചു വന്നു. ഒളിച്ചു നിന്ന ഞാൻ അപ്പോൾ അയാളുടെ കണ്ണിൽപ്പെട്ടു. നിനക്കെന്നെ അറിയാലോ? അറിയാം, സ്റ്റാലിൻ. വെറും സ്റ്റാലിനല്ല, പാറായി സ്റ്റാലിൻ. ഞാനിവിടെ വന്നതെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞ നിന്നെ കുടുംബത്തോടെ ചുട്ടുകളായി ഞാൻ. കേട്ടോടാ? പേടിച്ചിട്ടാ സാറേ ഇത്രയും നാൾ ഞാനത് പറയാതിരുന്നത്. അപ്പൊ സ്റ്റാലിൻ, എങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ? കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, തെളിവുകളും കിട്ടിയിട്ടുണ്ട്. എങ്കിലും നിന്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു ശരി. എനിക്കൊന്നും അറിയില്ല സാർ, ഞാൻ നിരപരാധിയാ. ശിവ, അയാളെ കൊണ്ടുവരും സാർ. കണ്ടല്ലോ, ഇനി പറ, ഇനി കാര്യങ്ങൾ മണിമണിയായിട്ട് ഇങ്ങോട്ട് പോരട്ടെ. പറയാം സാർ. വർഗീസ് പുന്നക്കാടിൻ്റെ കൊട്ടേഷനുമായിട്ടാണ് ഞാൻ ശ്രീദേവിയെ കൊല്ലാൻ പോയത്. എന്തിനാണ് പുന്നക്കാടൻ ശ്രീദേവിയെ കൊല്ലുന്നത്? എനിക്കറിയില്ല സാർ, ഞാനത് ചോദിച്ചില്ല. അപ്പം നിന്നാ പോരെ, കുഴിയണോ? പുന്നക്കാടനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധമില്ല സാറേ. ശ്രീദേവിയും പുന്നക്കാടനും തമ്മിൽ അത് 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 പിന്നെ സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ഞാൻ പറയാം സാർ. പുന്നക്കാടൻ്റെ കമ്പനിയിലെ സ്റ്റാഫായിരുന്നു കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭാര്യ. പുന്നക്കാടനുമായിട്ടുള്ള അവിഹിത ബന്ധത്തിൽ അവൾ ഗർഭിണിയായപ്പോൾ ജോലിയൊന്നുമില്ലാതെ നടന്നിരുന്ന എന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ചു. ശ്രീദേവിക്ക് പുന്നക്കാടനാണ് അവളുടെ അച്ഛനെന്നുള്ള കാര്യം അറിയാമായിരുന്നു. മദ്യപിച്ച് ലക്കില്ലാതെ ആവുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ വഴക്ക് പറയും. അപ്പോൾ ഞാനത് വിളിച്ചു പറയും. ചെറുപ്പം മുതലേ ശ്രീദേവി കേട്ടു വളർന്നത് അതാ. മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങളുടെ ഒടുക്കത്തെ കുടി ഒന്ന് നിർത്തിക്കൂടെ മനുഷ്യ? ഞാനൊരു കുടിയനായിരുന്നു എന്നുള്ള സത്യ, പക്ഷേ എന്നെ മൊഴിക്കുടിയനാക്കി നീയാ. പുണ്യക്കാരനും നീ കൂടി എന്നെ ചതിച്ചതല്ലടി. പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ഏറ്റെടുത്തതല്ലേ? എന്നിട്ട് മാസം പോയി എണ്ണി മേടിക്കുന്നുണ്ടല്ലോ. വല്ലവൻ്റെ കൊച്ചിനെ ചോക്കുന്നതിനെ എനിക്കുള്ള കൂലിയാ. നിന്റെ ജാരസന്ധിയുടെ അച്ഛനായിട്ട് വേഷം കെട്ടി നടക്കുന്നതിനെ എനിക്കുള്ള പ്രതിഫല. അല്ല പിന്നെ അവളെന്നെ പഠിപ്പിക്കാൻ ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു.
ഇയാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം അതായിരുന്നു. എനിക്ക് എന്റെ അച്ഛന്റെ മകളായിട്ട് അറിയപ്പെടണം. ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്നതാ അച്ഛൻ എന്ന് വിളിക്കുന്ന ആളിൽ നിന്ന്. നാളെ എന്റെ ഭർത്താവ് ഇത് അറിയും. അതിനു മുന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഒരതുമില്ല. ഒരു ജാരസന്തതിയെ ജീവിക്കുന്നതിന്റെ വിഷമം അമ്മയ്ക്കറിയാലോ. ഓർമ്മ വെച്ച നാളെ മുതൽ ഇന്ന് വരെ ഒന്ന് മനസ്സോർന്ന് ഞാൻ ചിരിച്ചിട്ടില്ല. ചിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ നേരിട്ട് പോവും. അയാൾ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും എന്റെ അച്ഛൻ പുന്നക്കാടിലാണെന്ന്. മോളെ, ഞാൻ പോവാ. പോയി പറയാം. പിറ്റേ ദിവസം തന്നെ അവളുടെ അമ്മ പുന്നേക്കാടിനെ പോയി കണ്ടിരുന്നു. അവർ തമ്മിൽ എന്ത് സംസാരിച്ചെന്നൊന്നും എനിക്കറിയില്ല സാറേ. ഓക്കെ ശ്രീദേവിയെ കൊന്നതാണ്. എനിക്കറിയില്ല സാറേ. ആ ചെരവത്തടി എവിടെയാണ്? കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അതെന്തിനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. എനിക്കൊന്നും അറിയില്ല സാറേ. സത്യം പറയുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളെ കൊണ്ട് മൂന്നാം മുറ പ്രയോഗിപ്പിക്കരുത് കേട്ടോടാ. പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. മര്യാദക്ക് പറയുന്നതാണ് നിനക്ക് നല്ലത്. പറയാം, ഞാനെല്ലാം പറയാം. Mm-hmm.